മൊത്തത്തിൽ തകർന്നടിഞ്ഞ് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് ഷാനവാസ്. ഈ ഒരു സീസണിൽ ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതിലപ്പുറം റോസ്റ്റിംഗ് കിട്ടിയ ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല. മൊത്തത്തിൽ വലിച്ചു വാരി ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. മൊത്തം ഗെയിമുകളെ തകർത്ത് ബിഗ് ബോസിന്റെ ഒരു വൻ ചതിയിലൂടെ തന്നെ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്ത് അധംപതിക്കുന്ന രീതിയിലാക്കി കളഞ്ഞിരിക്കുകയാണ്. ഷാനവാസ് അതിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ കൂടുതൽ ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കുമ്പോഴും ഷാനവാസിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും ഇതിൽ കൂടുതൽ പ്രവർത്തികൾ നടക്കുന്ന സമയത്ത് പോലും ഒന്നും മിണ്ടാതെ കണ്ണടച്ചു വിട്ട ബിഗ് ബോസ് ഒന്നും ചെയ്യാതെ, പ്രത്യേകിച്ചൊരു തെറ്റുകുറ്റങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിസ്റ്റേക്കുകളോ എടുത്തു പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ചതിച്ച് ഡീഗ്രേഡ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഗൂഢലക്ഷ്യത്തോടു കൂടി തന്നെ ഷാനവാസിനെ മൊത്തത്തിൽ അടിച്ചമർത്തി എന്ന് തന്നെ പറയാം. ഇതിൽ ഷാനവാസ് ഒരു ക്വിറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും അതിശയമില്ല. അത്രയ്ക്കും മോശമായ രീതിയിലാണ് ഷാനവാസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇന്നലെ എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നതോടുകൂടി ഷാനവാസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയ്ക്കും വേസ്റ്റ് ആകും. എന്നാൽ ഇതിൽ നിന്ന് മുന്നോട്ടൊരു പോക്ക് ഷാനവാസിന് ഉണ്ടാകുമോ എന്നത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുൻ സീസണുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 70ാമത്തെ ദിവസം എന്ന് പറയുന്നത് പല വൻമരങ്ങളും വീണിട്ടുള്ള ഒരു സമയമാണ്. പലരും ആ ഒരു സമയത്ത് ഫിസിക്കൽ അസാൾട്ടിന്റെ പേരിലാണെന്നുണ്ടെങ്കിലും പല കാരണങ്ങളാലും ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിട്ടുണ്ട്. ഷാനവാസിനെ പോലെ ഒരു എന്താ പറയുന്നത് ടോപ്പ് 5 ഉറപ്പിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ്, ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ മികച്ചൊരു ഗെയിമർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. പ്രായത്തെ മറന്നും ഈ ഒരു സീസണിലേക്ക് മികച്ച ഗെയിം പ്ലേയുമായിട്ട് മുന്നോട്ട് വന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ഷാനവാസ്. എന്നാൽ ഈ ഒരു സമയത്ത് ശരിക്കും ഷാനവാസിന് ഒരു വൻ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഷാനവാസിന്റെ കയ്യിലും തെറ്റുകളുണ്ട്, ചൂണ്ടിക്കാണിച്ചത് കൊണ്ടും കുഴപ്പമൊന്നുമില്ല. രണ്ട് സൈഡിലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ബിഗ് ബോസ് ഇപ്പോൾ പല കണ്ടസ്റ്റൻസിനോടുമുള്ള ഫേവറിസം കൊണ്ടും മറ്റു പല കണ്ടസ്റ്റൻസിനെയും കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടി മുൻനിരയിലേക്ക് വന്ന ഒരു കണ്ടസ്റ്റൻസിനെ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്ത് നെഗറ്റീവ് അടിപ്പിച്ച് ഇങ്ങനെ അധംപതിപ്പിച്ചതാണെന്നുള്ള കാര്യം വിവരമുള്ള പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിന് മറ്റൊരു സൈഡ് കൂടി ഉണ്ട്. ഷാനവാസിന് ഇപ്പോൾ കിട്ടേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു വാർണിംഗ് കിട്ടിയാൽ ഷാനവാസിന്റെ ഗെയിമിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ഷാനവാസ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മുക്തി നേടി അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു വൻ വിജയം തന്നെയാകും. അതിനെ എത്രത്തോളം ഷാനവാസിന് കൈകാര്യം ചെയ്യാൻ അറിയുമെന്നനുസരിച്ചിരിക്കും അടുത്ത ആഴ്ച ഷാനവാസ് ബിഗ് ബോസ് ഹൗസിൽ അതിജീവിക്കുകയോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. കാരണം ഷാനവാസ് വന്ന സമയത്ത് മികച്ചൊരു ഗെയിമറായിരുന്നു. ഫിസിക്കൽ ടാസ്കുകളിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ബുദ്ധി ഉപയോഗിച്ച് മൈൻഡ് ഗെയിം കളിച്ച് എല്ലാ കണ്ടസ്റ്റൻസിനെ മനസ്സിലാക്കി അവിടെ കളിക്കുന്ന ഒരു ഗെയിമറായിരുന്നു. ഒരു മാസ് പ്ലെയർ എന്നോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ തരികിട പരിപാടികളും ട്രിക്സുകളും മനസ്സിലാക്കി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ സംഭവങ്ങൾ മനസ്സിലാക്കി ഷാനവാസിൻ്റെതായ രീതിയിൽ കളിച്ചു വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മികച്ച രീതിയിൽ ടോപ്പ് 5 ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു സൗഹൃദത്തിന്റെ വലയത്തിലേക്കും ഒരു പെങ്ങളൂട്ടി സ്നേഹത്തിലേക്കും ഒക്കെ ഒതുങ്ങിക്കൂടി ഷാനവാസ് ഒരു 2-3 ആഴ്ചയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗെയിം വളരെ ബോറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. തീർത്തും ബോറായിട്ട് ഒരു സൗഹൃദ വലയത്തിനുള്ളിലും അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു പെങ്ങളൂട്ടി സ്നേഹത്തിനുള്ളിലും പെട്ട് ആകെപ്പാടെ അലമ്പി പോകുന്ന ഒരു ഷാനവാസിന്റെ ഗെയിം നമ്മളും കണ്ടു. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു നെവിന്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ആദില നൂറയുമായി ആ ഒരു കോംപ്രമൈസ് ടോക്ക് നടന്നതിന് ശേഷം തന്നെയാണ് അവർ കൂടുതലും ഷാനവാസുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് കാണിച്ചു തുടങ്ങിയതോടുകൂടി ഷാനവാസിന്റെ പതനം തുടങ്ങി. അതല്ലായിരുന്നുവെങ്കിൽ ഷാനവാസിനെ സംബന്ധിച്ച് അനീഷ് ഷാനവാസ് ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ പോലും അവർ ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന് കളിക്കുമ്പോൾ മികച്ചൊരു ഗെയിം പ്രേക്ഷകർക്കും കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്കെതിരെ ഷാനവാസ് നിന്ന് കളിക്കുന്നതും ഗെയിമുകളിലെ ഷാനവാസിന്റെ പെർഫോമൻസുകളും ഒക്കെ കണ്ടിരിക്കാൻ പ്രേക്ഷകർക്കൊരു ത്രില്ലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു എന്താ പറയുന്നത് ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി വന്നതുപോലെ മാത്രമായി ഒരു വലിയേട്ടൻ പൊസിഷൻ ഏറ്റെടുത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തീർത്തും ഷാനവാസിന്റെ ഗ്രേഡ് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടത്. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, അതിനിടയ്ക്ക് അഗ്രസീവ് ആയിട്ടുള്ള പല പ്രവർത്തികളും ഷാനവാസിന്റെ സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ആ ഒരു വീക്കെൻഡിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും ലാലേട്ടൻ വരുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാർണിംഗ് ലഭിക്കുമെന്ന്. എന്നാൽ ആ ഒരു സമയത്തൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവസാന സമയത്തേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ്ലി അടിച്ചമർത്തുന്ന ഒരു രീതിയാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും കണ്ടത്, മറ്റു പല കണ്ടസ്റ്റൻസിനെയും കയറ്റിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ഷാനവാസിന് ഇത് അതിജീവിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ. ഇപ്പൊ കിട്ടിയ ഒരു റോസ്റ്റ് പോസിറ്റീവായിട്ട് എടുത്ത്
കംപ്ലീറ്റ്ലി ഒന്ന് ഷാനവാസിന് റീസെറ്റ് ചെയ്ത് വന്ന ആ ഒരു സമയത്തെ പോലെ ഗെയിമിലേക്ക് ഇറങ്ങി സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഒരു വമ്പൻ തിരിച്ചുവരവെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സൗഹൃദമായിട്ട് അവിടെ നിൽക്കട്ടെ, അതുപോലെ തന്നെ പെങ്ങളൂട്ടി സ്നേഹങ്ങളും കാര്യങ്ങളും ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഇട്ട് നിർത്തി ബാക്കി സ്വന്തം ഗെയിമും കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകാൻ ഷാനവാസിന് തോന്നിക്കഴിഞ്ഞാൽ ഷാനവാസിന്റെ പ്രേക്ഷകരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഷാനവാസിന്റെ ആ ഒരു മാസീവ് ഓഡിയൻസ് സപ്പോർട്ട് അവിടെ തന്നെ ഉണ്ടാവും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റിവിറ്റികളും കാര്യങ്ങളും ഒന്നുമല്ല. ഷാനവാസിന്റെ പ്രേക്ഷക സപ്പോർട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കുന്നവരൊന്നും തന്നെ അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കുടുംബ പ്രേക്ഷകരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇരിക്കാത്തവരൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയകളിൽ എതിർ കണ്ടസ്റ്റൻസിന്റെ ഫാൻസും അതുപോലെ തന്നെ PR ഏജൻസികളും നടത്തുന്ന ഡീഗ്രേഡിങ് കാര്യങ്ങളും ഒന്നുമല്ല. ഷാനവാസിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ആ ഒരു ക്രൈസിസിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരിക എന്നത് മാത്രമാണ്. അതിന് സാധിച്ചില്ലെങ്കിൽ ഷാനവാസ് ചിലപ്പോൾ ക്വിറ്റ് ചെയ്തേക്കാം എന്ന നിലയിൽ പോലും എത്തിപ്പെട്ടേക്കാം. കാരണം അത്രമാത്രം തകർന്നു കഴിഞ്ഞു. അതിനെ എത്രമാത്രം കരുത്തോടെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്ന് വരുന്ന ആഴ്ചയിൽ നമുക്ക് നോക്കിക്കാണാം. അതല്ലെങ്കിൽ കഴിഞ്ഞൊരു സീസണിൽ സിബിനൊക്കെ സംഭവിച്ചതുപോലെ ബിഗ് ബോസിന്റെ ഈ ഒരു തരികിട പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ചതിയിൽപ്പെട്ട് ഓവർകം ചെയ്യാതെ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താകും ഷാനവാസിന്റെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു വീക്കിൽ കിട്ടിയ റോസ്റ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചത് മനസ്സിലാക്കി അത് തിരുത്തി മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടോപ്പ് 5 ഉള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വിന്നർ മെറ്റീരിയൽ എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം പ്രേക്ഷക സപ്പോർട്ട് കൂടിയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ബട്ട് ഈ അടുത്തായിട്ട് വരുന്ന ആ ഒരു ബോറൻ ഗെയിം മാറ്റി പിടിക്കണമെന്ന് മാത്രം. അതല്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാനാണ്. ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടുവന്ന ആ ഒരു ബോറൻ ഗെയിം കണ്ടിന്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് കുറയുക തന്നെ ചെയ്യും. മുൻപോട്ടൊരു പോക്ക് അധികം ഉണ്ടായെന്ന് വരത്തില്ല. കഷ്ടിച്ച് മുഷ്ടിച്ച് വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് 5 കയറി പറ്റാം എന്ന് മാത്രം. നിങ്ങൾ പ്രേക്ഷകർ ഇതേപറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഷാനവാസ് അടുത്ത വരുന്ന ഒരാഴ്ച താണ്ടുമോ, അതല്ലെങ്കിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പോലും കിട്ടിയ ഒരു തിരിച്ചടി തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ഷാനവാസിന് സാധിക്കുമോ എന്നൊക്കെ നിങ്ങൾ പ്രേക്ഷകരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിൽ ഞാനും വെയിറ്റിംഗ് ആണ്. ഷാനവാസ് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യുമെന്നും അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഗെയിം എങ്ങനെയാണെന്ന് കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ ഒരു സീസണിൽ അതുപോലെ വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്, നല്ല പ്രതീക്ഷകൾ നൽകിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. വെയിറ്റിംഗ് ആണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.